12 വർഷം മുമ്പ് നടത്തിയ ഒരു തട്ടിപ്പ് അതിന് അനുകൂലമായ വിധി നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് 4-5 ബസ്സും കാറും ജീപ്പും എല്ലാമായിട്ട് ഏകദേശം 16 വാഹനങ്ങളുടെ ലിസ്റ്റ് കിട്ടി. ഇദ്ദേഹം കോർട്ട് ഓഫീസറെ കണ്ട ഉടനെ തന്നെ നീ ആരുടെ പുല്ലേ, കോടതി എനിക്ക് പുല്ലാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് എനിക്ക് പുല്ലാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അവരെ വീഡിയോ എടുത്ത് പേടിപ്പിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ. സർക്കിൾ തന്നെ കൂടെ വന്നു. അവിടെ ചെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ വെഹിക്കിൾസിൻ്റെയും ടയർ മാറ്റിയിട്ടേക്കും. പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. ഇതിങ്ങനെ വട്ടത്തിൽ അതും കിടപ്പുണ്ട്. നമസ്കാരം. വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളിൽ വന്ന ഒരു പേരാണ് കലാഗ്രഹം സോബി ജോർജിൻ്റേത്. ആ സോബി ജോർജ് 12 വർഷം മുമ്പ് നടത്തിയ ഒരു തട്ടിപ്പ് അതിന് അനുകൂലമായ വിധി നേടിയെടുത്തിരിക്കുകയാണ്. എറണാകുളത്തെ അഡ്വക്കേറ്റ് മേരി ട്രീസ സിസ്റ്ററാണ്. കോൺവെൻറ്റിൽ വിളിക്കുന്നത് സിസ്റ്റർ ടീന എന്നാണ്. അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് 5.5 ലക്ഷം രൂപ 12 വർഷം മുമ്പ് വാങ്ങിയതാണ്. പിന്നീടത് കേസൊക്കെയായി അവസാനം അത് ജപ്തി നടപടിയിലേക്ക് പോയി. പക്ഷേ അതൊന്നും നടക്കുന്നില്ലായിരുന്നു. എന്നാൽ 12 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ സോബി ജോർജിൻ്റെ പേരിലുള്ള 32 ലക്ഷത്തോളം വില വരുന്ന ഒരു ബസ് ജപ്തി ചെയ്തെടുത്തിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ നിയമ പോരാട്ടം? അഡ്വക്കേറ്റ് മേരി ട്രീസ നമ്മോടൊപ്പം ചേരുകയാണ്. 2013-2014 കാലഘട്ടത്തിൽ ഈ കലാഗ്രഹം സോബി ജോർജ് എന്ന വ്യക്തി അമേരിക്കൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒത്തിരി യുവാക്കളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി. അങ്ങനെ ഒരു വ്യക്തിയാണ് ഒരു സെബാസ്റ്റ്യൻ TV, കൂനമാവിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വയ്യാണ്ട് കിടക്കുകയാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ കേസ് 2014 എൻ്റെ അടുത്ത് വന്നു. ഈ കേസ് എല്ലാവരും പരാതി കൊടുത്തത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ചതിച്ചു. കാരണം 1 മാസത്തിനുള്ളിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത്. അവസാനം വന്നപ്പോഴത്തേക്കും 1 മാസമായിട്ടും 2 മാസമായിട്ടും 3 മാസം മാസങ്ങളായിട്ടും കൊടുക്കാതെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ചീറ്റിംഗ് ആണെന്ന്. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പല പോലീസ് കേരളത്തിലെ നാനാവശത്തു നിന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കക്ഷി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തു. അതിനുശേഷം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ള എൻ്റെ സീനിയർ മാഡം റോസി PF, ഞങ്ങൾ 5 പേരോളുണ്ട്, ഹൈക്കോടതി ചേംബറാണ്. മാഡം പറഞ്ഞു, ഇത് നമ്മളൊരു ഡിഫാക്റ്റോ കംപ്ലൈൻ്റ് ആയിട്ടുള്ള CC കേസ് ഫയൽ ചെയ്തിട്ട് മജിസ്ട്രേറ്റ് കേസ് ഫയൽ ചെയ്താൽ ഇനി അഥവാ ജയിച്ചാൽ പോലും കക്ഷികൾക്ക് നീതി കിട്ടില്ല. കാരണം ഇയാളെ പിടിച്ച് ജയിലിടാനേ പറ്റുള്ളൂ കേസ് ജയിച്ചാൽ. അപ്പോൾ അതിന് പകരം മണി സൂട്ട് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളം പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതിയിൽ മണി സൂട്ടായിട്ട് ഫയൽ ചെയ്തു. അങ്ങനെ ഫയൽ ചെയ്ത് 2014 ഫയൽ ചെയ്ത ആ കേസ് CC 1117/2014 എന്നുള്ള കേസ് നമ്പറിൽ OS 1117/2014 എന്നുള്ള ആ കേസ് നമ്പറിൽ നമുക്ക് 2018 വിധി കിട്ടി. എക്സ്പാർട്ടി ഓർഡർ ആയിരുന്നു. ഈ കേസിന് വേണ്ടിയിട്ട് സമൻസ് അയച്ച് സോബി ജോർജ് കൈപ്പറ്റിയിട്ടും വന്നില്ല. അങ്ങനെ എക്സ്പാർട്ടി ഓർഡർ ആയിരുന്നു. പക്ഷേ എക്സ്പാർട്ടി ഓർഡർ വരുന്ന ആ കേസുകളിൽ നമുക്ക് ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്താലേ നമുക്ക് ഫുള്ള് വിധി കിട്ടുന്ന പരിപാടി വിത്ത് കോസ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മുനിസിപ്പിൻ്റെ ഒന്നും വീട്ടിൽ നിന്നെടുത്ത് നഷ്ടപരിഹാരം തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മൂവബിളോ ഇമ്മൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനായിട്ട് പ്രതിയുടെ നമ്മൾ കോടതിയുടെ മുമ്പിൽ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് നോക്കിയിട്ട് ഈ കലാഗ്രഹം അവിടെ നോർത്തിലുണ്ടായിരുന്ന അത് അടച്ചു പൂട്ടിയും പോയി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ വെയർ അബൌട്ട്സ് അന്വേഷിച്ചപ്പോഴത്തേക്കും അദ്ദേഹം കോതമംഗലത്തുള്ള അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ താമസം എന്നുള്ളത് മനസ്സിലാക്കി. നെല്ലിമറ്റം അവിടെ ഒരു വലിയ ആബേലച്ചൻ്റെ പൂർണ്ണകായ ചിത്രമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ കലാഗൃഹം എന്ന് പറഞ്ഞ് നൃത്തസംഗീത ടീച്ചിങ് സെൻ്ററായിട്ട് പഠിപ്പിക്കുന്ന. അപ്പോൾ ഞാൻ ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാനുള്ള വഴി നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഞാൻ 2020 അങ്ങനെ ഈ 18 വിധി വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും 3-4 വർഷം പിന്നെയും പോയി. ഞാൻ ഓർത്ത്
ഇദ്ദേഹത്തിൻ്റെ ഭൂമി അറ്റാച്ച് ചെയ്യാൻ വല്ല വഴിയുണ്ടെന്ന്. അങ്ങനെ ഞാൻ കോതമംഗലം സബ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി വിവരാവശ്യം അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭൂമിക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്തു. അങ്ങനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഡീഡ് കിട്ടി. അതിൽ 2015 അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചു പോയി. അപ്പോൾ അദ്ദേഹം മൈനർ കാലമാണ്. അദ്ദേഹത്തിന് 50 സെൻറ്റ് സ്ഥലവും വീടും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസ് നടക്കുന്നത് 2013-14 കാലഘട്ടത്തിൽ 2006 തന്നെ ഇദ്ദേഹം അമ്മയുടെ പേരിലേക്ക് ടൈറ്റിൽ ഡീഡായിട്ട് വെച്ചു. ടൈറ്റിൽ ഡീഡല്ല, സെയിൽ ഡീഡായിട്ട് ടൈറ്റിൽ ഡീഡ് ആക്കിയെടുത്തു. അപ്പോൾ പിന്നെ ഇത് അമ്മയുടെ പേരിലെ പ്രോപ്പർട്ടി, ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കൊന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെയും കാലങ്ങൾ പോയി. അങ്ങനെ അത് കണ്ട് പിന്നെ ഞാൻ ഓർത്തു ഒരു കാറെങ്കിലും ഉണ്ടാവും, ഇത്രയും വലിയ സ്ഥാപനം നടത്തുന്ന ആളല്ലേ. അങ്ങനെ വെച്ച് ഞാൻ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് അക്ഷയയിൽ പോയി വിവരാവസ്ഥയുടെ കൂടെ ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ വെഹിക്കിൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് 4-5 ബസ്സും കാറും ജീപ്പും എല്ലാമായിട്ട് ഏകദേശം 16 വാഹനങ്ങളുടെ ലിസ്റ്റ് കിട്ടി അദ്ദേഹം. അങ്ങനെ അത് കണ്ടിപ്പോൾ സന്തോഷമായി. ഞങ്ങൾ ഇവിടെ ഈ കോടതി തന്നെ തിരിച്ച് ഇത്രയും കൊല്ലത്തിന് ശേഷം EP ഫയൽ ചെയ്തു. EP ഫയൽ ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി കിടക്കുന്നത് നെല്ലിമറ്റത്തായതുകൊണ്ട് അത് കോതമംഗലം മുനിസിപ്പൽ കോടതിയുടെ കീഴിലേ വരുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവിടെ അറ്റാച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി നമ്മൾ ഇവിടെ ഒരു EP ഫയൽ ചെയ്തുകൊണ്ട് ആ ഡിഗ്രി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിച്ച്. അത് ഈ 2025 സെപ്റ്റംബറിലാണ് ട്രാൻസ്ഫർ ചെയ്തത്. 2025 സെപ്റ്റംബർ 15-ാം തീയതി നമുക്ക് വാദം കേട്ട് ഞങ്ങളുടെ ഓഫീസിലെ ഒരു ഫാദർ ഫിലിപ്പ് അദ്ദേഹമാണ് ആദ്യം ആ വാദം അവിടെ നടത്തി. അപ്പം തന്നെ അതിന് ഓർഡർ കിട്ടി. 16-ാം തീയതി ഞാനത് എക്സിക്യൂട്ട് ചെയ്യാൻ കിട്ടിയത്. എക്സിക്യൂട്ട് ചെയ്യുന്നപ്പോൾ കോടതിയിൽ നിന്ന് ആമീനെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കോർട്ട് ഓഫീസറും ഞങ്ങളും കൂടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം കോർട്ട് ഓഫീസറെ കണ്ട ഉടനെ തന്നെ നീ ആരുടെ പുല്ലേ, കോടതി എനിക്ക് പുല്ലാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് എനിക്ക് പുല്ലാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അവരെ വീഡിയോ എടുത്ത് പേടിപ്പിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇവരെ അത് കുറച്ച് ഭയം ഉണ്ടായിരുന്നെങ്കിലും അവർ വാറണ്ട് അതിൽ പതിപ്പിച്ചു വെച്ചു വണ്ടിയിൽ. അത് കഴിഞ്ഞിട്ട് അവനത് പറിച്ച് കയറി കളഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞാൻ അപ്പം തന്നെ ഇവർ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്ത് ഇതൊക്കെ സംഭവിച്ചതിനെക്കുറിച്ച് കോടതിയിലെ ആമീൻ. ഞാൻ അതിൻ്റെ പുറകെ ഒരു അഡ്വാൻസ് പെറ്റീഷൻ ഫയൽ ചെയ്ത് അന്ന് തന്നെ ഉച്ചയോടുകൂടി വാദിച്ച് വീണ്ടും ഞങ്ങൾക്ക് അന്ന് തന്നെ പോലീസ് സംരക്ഷണം തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്ന് ഊന്നുകല്ല് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SHOയുടെ കൈ കൊണ്ടുപോയി ഈ ഓർഡർ കൊണ്ടുപോയി ആമ്യം കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവനെ ഞങ്ങൾക്ക് പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവൻ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ലേഡികളെയൊക്കെ സ്റ്റാഫായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവളെ തൊട്ട് പിടിച്ചു വലിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മോശമായ രീതിയിലുള്ള കേസ് ഉണ്ടാക്കിയെടുക്കാൻ മിടുക്കനായിട്ടുള്ളവനാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എങ്കിലും വരാം, ഞങ്ങൾക്ക് ഓർഡർ കൊണ്ട് വരാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഈ SHO ആണോയെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വണ്ടി, പോലീസ് വണ്ടി വരുന്നു, ഞങ്ങളുടെ വണ്ടിയും വരുന്നു, തിരിച്ച് നെല്ലിമറ്റത്തോട്ട് വരികയാണ് ഊന്നുകല്ല് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. വരുമ്പോൾ ഇവനും ആരോ ഹിൻഡ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ മുമ്പിലെത്തി, വീടിൻ്റെ മുമ്പിൽ, സ്ഥാപനത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഇവൻ റോഡിൻ്റെ മുമ്പിലേക്ക് ഈ കാറിൽ എൻ്റർ ചെയ്യാൻ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു പോകത്തൊക്കെ നിൽക്കുന്നു. പോലീസ് വണ്ടി ഒന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരും ഇവനെ തടയുന്നില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവൻ കൂളായിട്ട്, അതായത് പോലീസ് എനിക്ക് പുല്ലാടിയെന്ന് കാലത്ത് പറഞ്ഞത് തെളിയിക്കണമല്ലോ, ആ ഒരു രീതിയിൽ അവനവിടെ വെയിറ്റ് ചെയ്ത് ആ പോലീസ് അപ്പുറത്ത് നിന്നു. ഇവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഇപ്പുറത്തോട്ട് വന്നു. ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ അവൻ്റെ വെഹിക്കിൾ പാർക്കിംഗ് ഷെഡിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ കാലത്ത് അറ്റാച്ച് ചെയ്ത വെഹിക്കിൾ, ഒരുപാട് വെഹിക്കിൾ കിടപ്പുണ്ട്. ആ കാലത്ത് അറ്റാച്ച് ചെയ്ത വെഹിക്കിൾ നമ്പർ പ്ലേറ്റ് എടുത്ത് മാറ്റിക്കളഞ്ഞു. ബാക്കിയുള്ള അപ്പോൾ ആ അറ്റാച്ച് ചെയ്ത വെഹിക്കിളല്ലേ നമുക്ക് തൊടാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ലോക്കും ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും ഞങ്ങൾക്ക് അന്നത് നടന്നില്ല. പിന്നെ പിന്നെയും കൊണ്ടുപോയി പെറ്റീഷൻ ഇട്ടു. അങ്ങനെ പെറ്റീഷൻ ഇട്ടിട്ട് ആലുവ റൂറൽ SP-യിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ, കൂടുതൽ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടാനും, പിന്നെ ജോയിൻ്റ് RTO കോതമംഗലം അവിടെ നിന്ന് നമുക്ക് ഇത് ചേസിസ് നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ ചേസിസ് നമ്പർ സോർട്ട് ചെയ്ത് തരാനുമായിട്ട് അതിന് അപേക്ഷ വെച്ചു. അത് വാദിച്ച് അത് കിട്ടി, അതിൻ്റെ ഓർഡർ കിട്ടി. അതെല്ലാമായിട്ട് ജോയിൻ്റ് RTOയും പിന്നെ ഊന്നുകല്ല് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഞങ്ങളൊക്കെ കൂടി ചെന്നപ്പോൾ ഇവൻ ഈ വാഹനത്തിൻ്റെ ആദ്യം അറ്റാച്ച് ചെയ്ത വാഹനത്തിൻ്റെ എല്ലാ ടയേഴ്സും മാറ്റിയിട്ടേക്കും. അപ്പോൾ നമുക്ക് എന്നിട്ട് അന്ന് ക്രോസ് ചെയ്തിട്ട് കിടപ്പോൾ അത് കാരണം വേറെ വാഹനങ്ങളൊന്നും എടുക്കാനും പറ്റില്ല.
ആ രീതിയിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പിന്നെ വേറൊരു വാഹനം തരാൻ പറഞ്ഞുകൊണ്ട് അതിനെ അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞു. വേറെ ബസ്സുകൾ കിടപ്പുണ്ട് അതിനകത്ത്. ആ എക്കത്തിനും കലാഗ്രഹം എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ഞാൻ കോടതി ഓർഡറാക്കി. പക്ഷേ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. പല പ്രാവശ്യം ജോയിൻ്റ് ആർട്ടിയിൽ നിന്ന് MVDനെ വിടുന്നു, ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർക്കിളും എല്ലാവരും വരുന്നു, ഞങ്ങൾ ക്വാർട്ടർ ഓഫീസേഴ്സ് ചെല്ലുന്നു. എന്ത് ചെയ്താലും ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മാസങ്ങളോളം ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുക. അവസാനം വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇവരെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഒന്നെങ്കിൽ ഈ വാഹനം തന്നെ നമുക്കൊരു 5-6 ലക്ഷം രൂപയോളമാണ് കിട്ടാനുള്ളത്. അപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഒന്നെങ്കിൽ ഇതിനെ തന്നെ ആക്രി വിലയ്ക്ക് കൊടുത്താലും കിട്ടുമല്ലോ, 30 ലക്ഷത്തോളം വിലയുണ്ട് ഏകദേശം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയൊന്നും പറഞ്ഞുകൊണ്ട് ഒരു അടുത്ത EP ആണ്. EPക്ക് പകരം EPക്ക് വേണ്ടി ഒരു എല്ലാ EAകളും നമ്മൾ ഫയൽ ചെയ്യും. അങ്ങനെ ആ EAയും നമുക്ക് സാങ്ഷനായി കിട്ടി. അത് ഈ 2026 മാർച്ച് 13-ാം തീയതിയാണ് അതിട്ടത്. അതിൻ്റെ വാദം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതും ഓർഡറായി കിട്ടി. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉടനെ ഈ ക്രെയിനെല്ലാം അറേഞ്ച് ചെയ്യുന്ന ആളുകൾ അവരെയൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഈ വാറണ്ടെല്ലാം ബൈ ഹാൻഡ് മേടിച്ച് ഞാൻ അതത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയും ജോയിൻ്റ് ആർട്ടിയിൽ കൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്ത് അതുകൊണ്ട് എളുപ്പത്തിൽ കാര്യം നടക്കും. അല്ലെങ്കിൽ പിന്നെ കോടതിയിൽ നിന്ന് പോയി വരുമ്പോൾ സമയം വൈകുമല്ലോ. അത് അങ്ങനെ ചെയ്ത് അപ്പം SHO മാറുകയും ചെയ്തു. അന്നത്തെ SHO മാറി, പുതിയ SHO. അദ്ദേഹം പറഞ്ഞു നമുക്ക് ജോയിൻ്റ് ആർട്ടിയുടെ ഡേറ്റ് തന്നത് ഈ 18-ാം തീയതി ഇന്നലെയായിരുന്നു. അപ്പോൾ അതിന് മുമ്പൊന്ന് അവിടെ ചെന്ന് നോക്കി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയാമെന്ന്. അങ്ങനെ ഞാനും വരാൻ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സിൽ ഒരാളെയും ഈ SHO സർക്കിൾ തന്നെ കൂടെ വന്നു. അവിടെ ചെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ വെഹിക്കിൾസിൻ്റെയും ടയർ മാറ്റിയിട്ടേക്കും. പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. ഇതിങ്ങനെ വട്ടത്തിൽ അതും കിടപ്പുണ്ട്. അല്ലെങ്കിൽ ടയറുള്ളവരുടെ എടുത്തുകൊണ്ട് വന്നാൽ മതിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ കൂടെ വന്ന ഓപ്പറേറ്റേഴ്സിന് ക്രെയിൻ ഓപ്പറേറ്റേഴ്സിനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഒരുക്കി വരിക എന്ന് പറഞ്ഞ് അങ്ങനെ ടയറും ഡിസ്കും ആയിട്ട് സർവ്വവിധ സന്നാഹത്തോടു കൂടി 2 ക്രെയിനും ഒക്കെ ആയിട്ട് അദ്ദേഹം വന്നു. അതേസമയം 18-ാം തീയതി ഇന്നലൊക്കെ കേസിരിക്കുമ്പോൾ 17-ാം തീയതി വൈകുന്നേരം എനിക്കൊരു ന്യൂസ് കിട്ടിയത് വലിയൊരു ഗേറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഗേറ്റിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിക്രമിച്ച് കയറി എന്നുള്ള കേസ് അടുത്തത് വരും. അതുകൊണ്ട് അതറിയണത് 17-ാം തീയതി വൈകുന്നേരം. ഞാൻ അതിൻ്റെ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നു ഒരാൾ. ആ ഫോട്ടോയുടെ ഫുൾ സൈസ് ഫോട്ടോ ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്ത് അതും കോടതിയിൽ കൊണ്ടേ കൊടുത്തു. ഇങ്ങനെ കിടക്കുവാണ്. അതുകൊണ്ട് ഇത് ബ്രേക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ ഒരു അടുത്ത EA ഇട്ടു. അതും കോടതി സാങ്ഷനാക്കി തന്നു. അങ്ങനെ അന്ന് തന്നെ അതും കിട്ടി. വേഗം കോടതിയും കൂടി പരിശ്രമിച്ചിട്ടാണ് അത്രയും വേഗം. കാരണം അന്ന് 12 മണിക്ക് തന്നെ MVDയുടെ അവിടെ നിന്നും ജോയിൻ്റ് ആർട്ടിയുടെ അവിടെ നിന്ന് SHO പിന്നെ ഈ ക്രെയിനോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷേ നമുക്ക് ഇങ്ങനൊരു തടസ്സം തലേദിവസം സൃഷ്ടിച്ചു വെച്ചാണ്. അതായത് വക്കീലിനെ അവിടെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മാത്രമാണ് വക്കാലത്തിട്ട് വക്കീലിനെ വെച്ചിരിക്കുന്നത്. ഏതായാലും അത് എല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിപ്പിച്ച് ഇന്നലെ നമുക്ക് അവിടെ ചെന്ന് ഈ ക്രെയിൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് 2 ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അവർ ഒരുപാട് ബുദ്ധിമുട്ടി. വലിയ വണ്ടി 47 സീറ്റുള്ള വണ്ടിയാണ്. ഒന്നും വേണ്ട, ഇദ്ദേഹത്തിന് ഈ പിന്നെ 5.5 ലക്ഷം രൂപ കെട്ടിയാൽ മതി. ഇന്നലെ തന്നെ എനിക്ക് ബിലോ 40,000 റുപ്പീസോളം ആയി ഈ ചക്രങ്ങൾ എടുക്കാനും മേടിക്കാനും ഒക്കെ കൂടി. പിന്നെ ക്രെയിന് അങ്ങനെയുള്ള അവനവിടെ അധ്വാനം. കോടതി ഇനി ഈ വിതിൻ 1 വീക്ക് കോടതി അത് പിന്നെ ഓപ്ഷന് വയ്ക്കും. ഓപ്ഷന് മുമ്പായിട്ട് അതിന് ഇപ്പോഴത്തെ ന്യായവില എന്താണ്, ഫെയർ വാല്യൂ എന്താണ്, അതിനുള്ള ഇതും കൂടി കോടതി ഓർഡർ ഇടും. അത് കഴിഞ്ഞിട്ട് ഓപ്ഷന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു പെറ്റീഷനും കൂടി കോടതിയിൽ ഇനിയും ഫയൽ ചെയ്യും. കാരണം എൻ്റെ ഇപ്പോൾ ഒരുപാട് രൂപയായി കഴിഞ്ഞു. അപ്പോൾ അതിനൊരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മൾ ഇടും, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കടം മേടിച്ചവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും. പോലീസിനെയും കോടതിയെയും കോർട്ട് ഓഫീസേഴ്സിനെയൊക്കെ വെല്ലുവിളിച്ച് ഇദ്ദേഹം അവിടെ തൊട്ട് മുമ്പിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഉൾപ്പെടെ ഭയന്ന് ഇവനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് കൂടുതൽ. അങ്ങനെ പോകാൻ പാടില്ല. നിയമം കയ്യിലെടുത്ത് ഒറ്റയ്ക്ക് ഒരാൾ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുന്നതിനോട് നമുക്ക്, അല്ലെങ്കിൽ തന്നെ കോടതിയുടെ കേസുകളെല്ലാം ഒരുപാട് ഇഴഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വാശിയാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയത്. കാരണം എന്താ വെച്ചാൽ അന്ന് ആ കോർട്ട് ഓഫീസറിനെ അത്രയും ഇവൻ വെല്ലുവിളിച്ചപ്പോൾ ഇവനാരാ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വേറെ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയത് ഇപ്പോൾ ഈ വാഹനത്തിന് ഏതാണ്ട് 10-30 ലക്ഷത്തോളം രൂപ വിലയുണ്ടെന്ന് അവർ ക്രെയിൻ എല്ലാവരും പറഞ്ഞു. നമുക്കൊരു 5-6 ലക്ഷം രൂപയെ തരാനുള്ളൂ. ഇനിയിപ്പം ഞാൻ അഡീഷണൽ കഴിയുമ്പോൾ കൂടി വന്ന ഒരു 6 ലക്ഷം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ.
അതിന് ഈ 30 ലക്ഷം രൂപ കോടതിയെ വെല്ലുവിളിക്കാനും എനിക്കാരും ഭയമില്ലെന്ന് ഇവിടെ തോന്നിപ്പിക്കാനും വേണ്ടി ഇദ്ദേഹം 30 ലക്ഷം രൂപയുടെ വണ്ടി പോയാലും വേണ്ടില്ല, ഈ രൂപ ഞാൻ കൊടുക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു പ്രതി, ഒരു ജഡ്ജ്മെൻറ്റ് ലെറ്റർ. അപ്പോൾ അതെന്താണെന്ന് അതിനോട് വിചാരിച്ചു. സിസ്റ്റർ ടീനയുടെ ആ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് ഇത്തരത്തിലൊരു വിധി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. പലരും പിന്നോട്ട് പോകാൻ പറഞ്ഞു, കാരണം ഇയാൾ ശരിയല്ല, പല രീതിയിലുള്ള ഭീഷണി വരും, പോലീസുകാർക്കുൾപ്പെടെ ഇദ്ദേഹത്തെ പേടിയാണ്, അതുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ആ ഒരു വാശി, നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സോബി ജോർജിൻ്റെ ആ ഒരു വാക്കുകളാണ് എന്തായാലും സിസ്റ്റർ ടീനയെ 12 വർഷവും ഇതിന് പിന്നാലെ നടക്കാൻ പ്രേരിപ്പിച്ചത്. ആ ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസവും. പിന്നെ അത് മാത്രമല്ല, ഈ കക്ഷിയാണെങ്കിൽ ഒരു പാവപ്പെട്ട ആളാണ്, വലിയ പണമൊന്നുമില്ലാത്ത ആളാണ്. അയാൾക്ക് വേണ്ട സഹായം കയ്യിൽ നിന്നാണ് കൊടുത്തത്, പലരിൽ നിന്നും കടം വാങ്ങിയുമൊക്കെയാണ് കൊടുത്തത്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ആ 2 ക്രെയിൻ വിളിച്ചു, അതിനൊക്കെ പണം കൊടുക്കണമായിരുന്നു. ഏകദേശം 50,000 രൂപയോളം ഇന്നലെ തന്നെ ചിലവായിട്ടുണ്ട്. അല്ലാതെ ഈ 12 വർഷം കേസ് നടത്തിയതുമൊക്കെ അങ്ങനെ വലിയ ചിലവ് എന്തായാലും സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അഡ്വക്കേറ്റ് മേരി ട്രീസയുടെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. മറ്റ് അഡ്വക്കേറ്റുമാരും ഈ ഒരു പ്രയത്നം കണ്ട് അത് മാതൃകയാക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.